ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാം. രണ്ടാം വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ചില സ്ത്രീകളുടെ ദുരിതം അല്ലെങ്കിൽ എന്താ പറയുക, അനുഭവങ്ങൾ അല്ലേ. അപ്പോൾ ആദ്യം നമ്മളൊരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിൽ ചിലപ്പോൾ നല്ലതായിട്ട് അനുഭവിക്കാൻ യോഗം ഉണ്ടാവും. അതായത് സമാധാനം, സന്തോഷം, നമുക്കുള്ള കരുതലും എല്ലാം സ്നേഹവും ഒക്കെ കിട്ടിക്കൊണ്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഡൈവേഴ്സിലേക്ക് എത്തേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൽ നിന്നും ഒരുപാട് ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മൾ ഏറ്റുവാങ്ങി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ഓടിപ്പോകുന്നവരും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ജീവിത സമ്മർദ്ദങ്ങളെ കൊണ്ട് രണ്ടാമതൊരു വിവാഹത്തിലേക്ക് എത്തിപ്പെടേണ്ട സ്ത്രീകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ രണ്ടാമതൊരു വിവാഹ ബന്ധത്തിലേക്ക് ഒന്നെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ പറഞ്ഞു നേരത്തെ അങ്ങനെ എത്തിപ്പെടേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുൻപിൽ പറഞ്ഞതുപോലെ ഒരു ലോട്ടറിയാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും അത് നന്നായിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഓരോരുത്തർ ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചാലും വെള്ളിക്കരണ്ടിയിൽ ജനിച്ചാലും സാമ്പത്തികം ഉണ്ടെങ്കിലും സൗന്ദര്യം ഉണ്ടെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് വിവാഹം ഒരു ലോട്ടറി തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് വിവാഹ ജീവിതം നന്നായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലിരിക്കും. അപ്പോൾ അങ്ങനെ എന്തോ ആവട്ടെ, നമ്മൾ ഒരു വിവാഹം കഴിച്ചു. രണ്ടാമത്തെ വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതെന്തോ ആയിക്കോട്ടെ, സ്വയം നമ്മുടെ ഇഷ്ടപ്രകാരം ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മൾ അങ്ങനെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അത് നല്ലതായിരിക്കും എന്ന ചിന്തയോട് കൂടിയിട്ട്, ഇപ്പോൾ ചക്ക നല്ല ചൂന്ന് നോക്കാനായിട്ട്, അപ്പോൾ നമ്മളങ്ങനെ ഒന്നാമത് അങ്ങനെ സംഭവിച്ചു, രണ്ടാമതെങ്കിലും നന്നാവും എന്ന രീതിയിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെയാണ്. കാരണം ഏകദേശം ഒരു വിവാഹപ്രായമൊക്കെ എത്തുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ല, കുറച്ചും കൂടി മുൻപുള്ള കാലഘട്ടം, എന്നാലും ഓരോരുത്തർക്കും അവരവരുടേതായ സ്വപ്നങ്ങളുണ്ടാവും. തൻ്റേതായ ഒരു വ്യക്തി, എല്ലാം കൊണ്ടും തനിക്കായ ഒരു വ്യക്തി. അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാനും, നമുക്ക് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കാറും ബൈക്കും ഒക്കെ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുരുക്കത്തിൽ ഉണ്ടാവില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പിന്നിലിരുന്നിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതാണ്, പോകാൻ പറ്റിയില്ല, ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയുന്നതും അതൊരു നഷ്ടസ്വപ്നമായിട്ട് അവശേഷിക്കുന്നത് പോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ എല്ലാവർക്കും താല്പര്യമാവും ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇതിന് കുറച്ച് മുൻപുള്ള കാലഘട്ടം വരെ അടിച്ചു പൊളിക്കാൻ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കില്ല. കാരണം നമ്മൾ കാരണവന്മാരെയൊക്കെ ഒന്ന് പേടിച്ച് ഭയഭക്തി ബഹുമാനത്തോടു കൂടി നടക്കുന്നൊരു കാലഘട്ടം. പിന്നെ അങ്ങനെയൊക്കെ ആയി നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും അല്ലേ. ഒരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോവുക, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ചിന്തിക്കാത്തവരുണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാത്തവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊക്കെ ചിലപ്പോൾ ചിലവർ പറയും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവരായിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. പുറമേ നിന്ന് നമ്മൾ കാണുന്ന പോലെയല്ല. അഴകുള്ള ചക്കയ്ക്ക് ചുള അധികം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ കാണാൻ നല്ല ഭംഗിയും നമ്മളോട് പെരുമാറുമ്പോൾ നല്ല നീറ്റും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒന്നിച്ച് പോകുന്ന സമയത്താണ് ഓരോ പോരായ്മകളും അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവർക്ക് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരി, അല്ലെങ്കിൽ തൻ്റെ ഒരടിമ, തനിക്ക് ഏത് നേരം ഷൗട്ട് ചെയ്യാനും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തനിക്ക് ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും അതുപോലെ തനിക്ക് മക്കളെ പ്രസവിച്ച് തരാനും മാത്രമുള്ള ഒരു മെഷീൻ എന്ന രീതിയിൽ ഭാര്യയെ കാണുന്നവരുണ്ടായിരിക്കും. ഒരു അടിമ എന്ന രീതിയിൽ. കാരണം എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം, ചോറും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിച്ചെറിയാം. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഭാര്യയെ ആ രീതിയിൽ കാണുന്നവർ, അവർക്ക് കർക്കശ സ്വഭാവമായിരിക്കും കേട്ടോ. മക്കൾ എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കാതിരിക്കുക, ഭാര്യ ഒന്നും ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കാതിരിക്കുക, ഭാര്യ വെറും അടുക്കളപ്പണികളും തൻ്റെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും നോക്കാനുള്ള ഒരു
ജീവി അത്രമാത്രം, ഒരു മനുഷ്യ ജീവി എന്നൊരു പരിഗണന പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. തൻ്റെ കാര്യങ്ങൾ, തൻ്റെ ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ, തൻ്റെ ചിട്ടകളായിക്കോട്ടെ, തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരിക, തൻ്റെ മക്കളെ പ്രസവിക്കുക, അവരെ പാലൂട്ടുക, വളർത്തുക, ആ കഷ്ടപ്പാടുകൾക്കിടയിലും വീട്ടുപണികളെല്ലാം ചെയ്യുക, തനിക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം പാചകം ചെയ്തു തരിക, തൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കുക. ഭാര്യയുടെ ഒരു ഇഷ്ടങ്ങളോ, ഭാര്യയ്ക്ക് ഒരു ഒരു ജന്മം, അതായത് ഒരു ജീവി, ആ ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന കൊടുക്കാതെ, അവർക്കൊരു സംസാരിക്കാനുള്ളൊരു അവസരം കൊടുക്കാതെ, അവർക്കൊരു ഭക്ഷണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ അനുമതിയില്ലാതെ, ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിക്കാൻ അനുമതിയില്ലാതെ, ദിവസം രാവിലെ എഴുന്നേൽക്കണു, പണികൾ ചെയ്യണു, രാത്രിയാവണു, ആ രീതിയിൽ കൊണ്ടു നടക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പക്ഷേ ഇതെല്ലാം സഹിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവ്, മക്കൾ, അവർക്ക് വേണ്ട രീതി, അല്ലെങ്കിൽ തൻ്റെ വീട് ചിട്ടയായിട്ട് അല്ലെങ്കിൽ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക എന്ന രീതിയിൽ ആദ്യം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന സ്ത്രീകളുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടി പോകണം എന്ന് ചിന്തിച്ച് പോകുന്നവരും ഉണ്ട്. ചിലപ്പോൾ അതൊരു രണ്ടാം വിവാഹമാണെന്നുണ്ടെങ്കിൽ ഒരു വിവാഹം ഇങ്ങനെയായി, ഇനി രണ്ടാമതൊരു വിവാഹം ഇങ്ങനെയായി, ഇവൾക്ക് തന്നെ പണിയെന്ന് എല്ലാവരും ചോദിക്കും. അടുത്തുള്ളവരോട് എന്ത് പറയും? ചിലപ്പോൾ വീട്ടുകാർ അനുകൂലമില്ലാത്തവരുണ്ടായിരിക്കും വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അതെല്ലാം എന്താ പറയുക, സഹിച്ച് കടിച്ച് പിടിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചിലർ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് ഞാൻ പറയട്ടെ, ചുരുക്കം വീട്ടിൽ സാധനങ്ങൾ വാങ്ങിത്തരുന്നത് പോലും അതിന് കണക്ക് പറയുക. നമ്മൾ പച്ചക്കറി മേടിക്കച്ച കണക്ക് പറയുക, ഇറച്ചി മീനും മേടിക്കച്ച കണക്ക് പറയുക. നമ്മളിപ്പോൾ ഒരു ഭാര്യ, ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ നശിപ്പിച്ച് കളയൊന്നുമില്ല അല്ലേ? സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭർത്താവ് കാശ് ചിലവാക്കിയിട്ട്, അധ്വാനിച്ച് കൊണ്ടുവന്ന കാശ് ചിലവാക്കിയിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നശിപ്പിച്ച് കളയാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ഒരു കുടുംബം കൊണ്ടുപോകാനായിട്ട് ഒരു സ്ത്രീക്ക് കഴിയും. അങ്ങനെ ഇല്ലാത്ത സ്ത്രീകളും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് അത് കഴിയും, അവരത് ചിട്ടയോടുകൂടി ചെയ്യും. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളിപ്പോൾ കടയിൽ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ പോയി എന്ന് ചിന്തിക്കൂ. ആ ഭർത്താവിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനാ, ഇതവിടെ വെച്ചോ പറഞ്ഞിട്ട് മേടിച്ച് വെക്കും. നമ്മൾ സാധനങ്ങൾ നോക്കുകയാണ്. സാധനങ്ങൾ നോക്കുമ്പോൾ ഇതെന്തിനാ നോക്കണത്, അത് നോക്കണ്ട, അവിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെക്കും. അപ്പോൾ നമ്മൾ പറയും നോക്കാൻ കാശ് കൊടുക്കണ്ടല്ലോ, നോക്കണോണ്ട് ഇപ്പം എന്താ നിങ്ങളുടെ കാശ് ചിലവാണ്ടോ ചോദിക്കും. ചിലവരൊന്നും വേണ്ടില്ല, ഭർത്താവ് അത് പറഞ്ഞാൽ അവിടെ വയ്ക്കും. ചിലപ്പോൾ മറ്റുള്ളവരത് കേട്ട് കഴിഞ്ഞാൽ, സെയിൽസ്മാൻമാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തുണിക്കടയിൽ പോയിക്കോട്ടെ, ഒരു പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയിക്കോട്ടെ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് പറയുന്ന ഒരു ഭർത്താവാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടെങ്കിൽ നമുക്കൊരു നാണക്കട അല്ലേ? അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ചിരിക്കും അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ചിരിക്കും. ഈ ചേട്ടൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഏട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. ഉള്ളിൽ നമ്മൾക്ക് അറിയാവും, അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടാവും. പക്ഷേ ഇങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു കറി വെക്കാനായിക്കോട്ടെ, നമുക്കതൊന്നും കാര്യങ്ങൾ ചിലവാക്കാനായിട്ട് പറ്റില്ല. ആളുടെ കർക്കശ നിയന്ത്രണത്തിലാവുമ്പോൾ ആൾ പറയുന്ന പോലെ സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ, ആൾ പറയുന്ന രീതിയിലെ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തുകൂടെ ജീവിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടങ്ങൾ തന്നെയാണ്, ഒരുപാട് നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതിനെല്ലാം കുറ്റം പറയുക, നമുക്ക് ജീവിക്കാൻ അറിയില്ല എന്ന് പറയുക, നമ്മൾ ഒരു കുടുംബിനിയായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കി നടത്താനായിട്ട് അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നത്. ഇതിപ്പോൾ രണ്ടാം വിവാഹമാണെങ്കിലും ഒന്നാം വിവാഹമാണെങ്കിലും ഇതെല്ലാം സംഭവിക്കും കേട്ടോ. ഏത് വിവാഹമാണെങ്കിലും സംഭവിക്കും. നമ്മളതിനെ മനസ്സിലാക്കുന്നവരും നമ്മളോട് കരുതലായിട്ട് കൊണ്ട് നടക്കുന്നവരും ആണ് വെച്ചാൽ മാത്രമാണ് ഏത് വിവാഹബന്ധമാണെങ്കിലും നന്നായിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്യുക, ഒരു വിവാഹം അങ്ങനെ കഴിഞ്ഞു, രണ്ടാമത്തെ അങ്ങനെയല്ലേ വെച്ചിട്ട് ചിന്തിച്ചും കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അനുഭവിച്ച് പോകാൻ തന്നെ പറ്റുള്ളൂ അല്ലേ? അല്ല അതിന് പുറത്ത് പോകണം, അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല വെച്ചിട്ട് പോകുക വെച്ചാൽ കുഴപ്പമില്ല, നമുക്കത് അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് കിടക്കാനായിട്ട് കഴിയും. അതുപോലെ ഇത് കണ്ടിട്ട് മക്കളും അതുപോലെ തന്നെ പെരുമാറുന്ന മക്കളുണ്ടായിരിക്കും. പക്ഷെ ചില മക്കൾ എന്ത് ചിന്തിക്കും, പാവം അമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നു, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്ന് വെച്ചിട്ട് അമ്മയെ കരുതലോട് കൂടി കൊണ്ട് നടക്കുന്ന മക്കളും ഉണ്ട് കേട്ടോ.
അപ്പോൾ അതും നമ്മൾ കാണാം. അങ്ങനെയുള്ള മക്കളും ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെ കൊണ്ട് നമ്മൾ എന്ത് പറയും, ചില വ്യക്തികളോട്, ചില ഭർത്താക്കന്മാരോട് നമ്മൾ ഭാര്യമാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് മാറാനായിട്ട്, അതായത് സ്വഭാവം മാറ്റാനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുണ്ട്. പക്ഷെ ചിലവർ എന്തൊക്കെ ഉണ്ടെങ്കിലും മാറില്ല കേട്ടോ. അപ്പോൾ ഈ ക്ലേശ സ്വഭാവം ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിക്കൊള്ളണമെന്നില്ല. അതേ രൂപത്തിൽ തന്നെയാണ് അവർ ജീവിച്ചു പോകുള്ളൂ. മാറുള്ളവർ തന്നെ മാറുള്ളൂ. അപ്പോൾ നമ്മൾ പറയും സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ മാറ്റം വരും, അല്ലെങ്കിൽ നീ ഭാര്യയായിട്ടിരിക്കല്ലേ, നീ പറഞ്ഞ് മാറ്റങ്ങൾ വരുത്തിയിട്ട് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ മാറ്റം വരണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനൊരു മാറ്റം കാണണം എന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അല്ലാത്ത പുരുഷനാണെന്ന് വെച്ചാൽ കഴിയില്ല കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ മാറ്റം വന്നു വെച്ചാൽ അത് അവരുടെ ഭാഗ്യം. അപ്പോൾ ആ പുരുഷൻ ആ സ്ത്രീ അത്രമാത്രം സ്നേഹിച്ചു കൊണ്ട് നടക്കാം എന്നുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ് മാറ്റം വരുന്നത്. അങ്ങനെ അല്ലാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട്. അപ്പോൾ മാറ്റം വന്നു വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഒരു ലോട്ടറി തന്നെയാണ്. അപ്പോൾ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോരുത്തർക്കും. അതുകൊണ്ട് വിവാഹ ജീവിതം നമുക്ക് ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ നമ്മൾ ഡൈവേഴ്സായി പോകുന്നു എന്ന് വെച്ചിട്ട് രണ്ടാമതൊരു വിവാഹം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നടക്കണം എന്നില്ല. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. അതിപ്പോൾ ആരാ എന്താ നമുക്ക് തുറന്നു പറയാനോ അല്ലെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാനോ കഴിയില്ല. ജീവിച്ച് പോകുമ്പോഴേ അതറിയുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ കുറേയൊക്കെ സ്നേഹത്തോട് കൂടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഭാഗ്യം. മാറ്റം കിട്ടിയിച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൂടെ ഒന്നെങ്കിൽ ഒത്തൊരുമിച്ച് പോകാൻ തന്നെ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു ബന്ധം നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ ചിലവരെന്ത് പറയും, 2, 3 വിവാഹം കഴിച്ചവരെന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് പറയും രണ്ടും അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അവർ ജീവിച്ച അനുഭവങ്ങൾ എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുറത്ത് വരുന്നത്. അല്ലാത്ത സ്ത്രീകളും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിത്തിരി സ്നേഹം കിട്ടാനായിട്ട് കൊതിക്കാത്തവർ ആരും ഉണ്ടാവില്ല. മനസ്സിലടക്കി പിടിച്ച വേദനകളും വിഷമങ്ങളും ഒരാളോട് പങ്കുവെക്കണമെന്ന് ചിന്തിക്കാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ അത് തൻ്റെ വിവാഹം കഴിഞ്ഞു തൻ്റെ പാകതിയോടല്ലാണ്ട് നമുക്ക് വേറെ ആരോട് അതൊക്കെ പറയാൻ പറ്റുക? അത് കേൾക്കാനും അത് മനസ്സിലാക്കി ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ എല്ലാ വർത്തമാനങ്ങളും അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എന്തോ ആയിക്കോട്ടെ അതെല്ലാം കേൾക്കാൻ മനസ്സുള്ള ഒരു പുരുഷനാണെന്ന് വെച്ചാൽ അത് ആ സ്ത്രീയുടെ ഭാഗ്യം തന്നെയാണ്. അല്ലാത്തൊരു പുരുഷനാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഭാഗ്യക്കേട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.